ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം ഡിസംബർ 6-ാം തീയതി അഡ്ലെയ്ഡ് ഓവലിൽ ആരംഭിക്കാൻ പോവുകയാണ്. ആ ഒരു ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ഈ ഒരു 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ഒരേ ഒരു ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് മത്സരമാണ്. ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് മത്സരങ്ങളിൽ പ്രധാനമായിട്ടും പിങ്ക് ബോളുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സാധാരണ ഒരു ഡേ ടൈമിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ റെഡ് ബോളാണല്ലോ. അതിന് പകരമായിട്ട് പലപ്പോഴായിട്ട് നമ്മൾ ഈ ഡേ ആൻഡ് നൈറ്റ് മത്സരങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് മത്സരങ്ങൾ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ മത്സരങ്ങളിലെല്ലാം തന്നെ പിങ്ക് ബോളുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പിങ്ക് ബോളിന് അതിൻ്റെതായ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന 6-ാം തീയതി നടക്കാൻ പോകുന്ന അഡ്ലെയ്ഡിലെ ആ പിങ്ക് ബോൾ ടെസ്റ്റിന് മുമ്പ് ഇന്ത്യക്ക് ഈ പിങ്ക് ബോളിൽ ഒരു പ്രാക്ടീസ് മത്സരം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യ ആ ഒരു പര്യടനം ജയിച്ചു എങ്കിലും, ആ പരമ്പര സ്വന്തമാക്കിയെങ്കിലും ഇന്ത്യ അഡ്ലെയ്ഡിൽ വെറും 36 റൺസിന് ഈ പിങ്ക് ബോളിൽ ഓൾ ഔട്ട് ആവുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പിങ്ക് ബോളിലെ ഒരു മത്സരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ടെസ്റ്റ് മത്സരം അതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ പിങ്ക് ബോളിലുള്ള ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു സന്നാഹ മത്സരം ഇന്ത്യ കളിച്ചിരുന്നു. ആ സന്നാഹ മത്സരം ഇന്ത്യൻ ടീമും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് 11 എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ ഒരു സെക്കൻഡ് സ്ട്രിംഗ് ടീമാണ്. അതായത് ഇനി വരാൻ പോകുന്ന ജനറേഷനിലുള്ള പ്രധാനപ്പെട്ട താരങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പം നമ്മുടെ ഇവിടെ ഈ രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ ഷൈൻ ചെയ്യുന്ന താരങ്ങളെയാണല്ലോ പിന്നീട് ഇന്ത്യൻ ടീമിന്റെ ഈ ടെസ്റ്റ് ടീമിലേക്കൊക്കെ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ അവിടെ ഷെഫീൽഡ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് ആണ് അവിടെ നടക്കുന്നത്. അത് പ്രധാനമായിട്ടും 6 ടീമുകളാണ് അതിലുള്ളതെന്ന് കാണാനായിട്ട് സാധിക്കും. അതിലേറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ വെച്ചിട്ടുള്ള ഒരു ടീമായിരുന്നു. ഒരു ഇന്ത്യൻ എ ടീം എന്നൊക്കെ പറയുന്ന പോലെ ഓസ്ട്രേലിയയുടെ ഒരു എ ടീമാണ്. പക്ഷെ അതിന്റെ പേരെന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് 11 എന്നായിരുന്നു. അപ്പോൾ അതിൽ ഷെഫീൽഡ് ഷീൽഡിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പല താരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരം നടന്നത് 2 ദിവസമായിട്ടായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടാണ് ആ മത്സരം കണ്ടക്ട് ചെയ്തത്. പക്ഷേ ആദ്യത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് ആ മത്സരം നടന്നില്ല. മഴ മൂലം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. രണ്ടാമത്തെ ദിവസം മാത്രമാണ് മത്സരം നടന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം മത്സരം ഉപേക്ഷിക്കേണ്ടതായി വന്നതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദിവസത്തിൽ 50 ഓവർ വീതമുള്ള മത്സരമായിട്ട് അത് ചുരുക്കിയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഡേ മത്സരം. അപ്പോൾ ആ വൺ ഡേ മത്സരമാണെങ്കിൽ അതിനൊരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന്റെ ഒരു സ്റ്റാറ്റസ് ആണ് ലഭിക്കുക. അപ്പോൾ ഈ 2 ഡേ മാച്ച് കുറച്ച് വൺ ഡേ മാച്ച് ആക്കിയത് കൊണ്ട് തന്നെ ഈ ഫീൽഡ് റെസ്ട്രിക്ഷൻസ്, പവർ പ്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ബൗളർക്ക് ഏകദിന മത്സരങ്ങളിൽ അല്ലെങ്കിൽ വൺ ഡേ മത്സരങ്ങളിൽ 50 ഓവർ മത്സരമാണെങ്കിൽ 10 ഓവറാണ് എറിയാൻ സാധിക്കുക എന്നറിയാം. പക്ഷെ ഇതൊരു സന്നാഹ മത്സരമായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും വെച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബൗളർമാർക്ക് ഈ പിങ്ക് ബോളിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ലഭിക്കുക, അതുപോലെ തന്നെ ബാറ്റർമാർക്ക് ലഭിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈ മത്സരം നടന്നതാകട്ടെ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ കാൻബറയിലെ മാനുക ഓവൽ എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അവിടെ ഡേ ആൻഡ് നൈറ്റ് മത്സരമായിരുന്നു. രാത്രിയും പകലുമായിട്ടാണ് മത്സരം നടന്നത്. ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ ഈ പ്രൈം മിനിസ്റ്റേഴ്സ് 11 ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു. അപ്പോൾ ഈ ന്യൂ ബോളിൽ ഈ കളിക്കുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം മഴ ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ദിവസവും നല്ല ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ആ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ബാറ്റ് ചെയ്യാൻ എളുപ്പമല്ല എന്നുള്ളതും, രണ്ടാമത് ഈ ഡേ നൈറ്റ് മത്സരങ്ങളിൽ ഈ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഈ ഡേ ലൈറ്റ് മാറുന്ന ഒരു സമയത്ത്, അതായത് നൈറ്റിലേക്ക് വരുമ്പോൾ ഈ ലൈറ്റ് ഓൺ ആവുന്ന സമയത്ത് കളിച്ചൊന്ന് പരിചയപ്പെടുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടായിരിക്കണം രോഹിത് ശർമ്മ ആദ്യം തന്നെ ഫീൽഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. നല്ലൊരു തുടക്കം നൽകാനായിട്ട് ഇന്ത്യൻ ബൗളർമാർക്ക് കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരങ്ങൾ പലരും കളിച്ചിരുന്നില്ല. വിരാട് കോഹ്ലി കളിച്ചില്ല. അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ, രവിചന്ദ്രൻ അശ്വിൻ, ഇവരെല്ലാവരെയും മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ടീമാണ് ഇറങ്ങിയതെന്ന് കാണാൻ സാധിക്കും. അതിൽ മുഹമ്മദ് സിറാജും ആകാശ് ദീപും കൂടെയാണ് ഇന്ത്യക്ക് വേണ്ടി ബൗളിംഗ് ഓപ്പൺ ചെയ്തത്. അവരുടെ ആദ്യ 2 വിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു. മാത്യു റെൻഷോ എന്ന് പറയുന്ന പണ്ട് അവരുടെ ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിക്കറ്റ് ആദ്യം തന്നെ നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം നല്ലൊരു പാർട്ട്ണർഷിപ്പിലൂടെ സ്കോർ അവർ നല്ലപോലെ ഉയർത്തി. അവരുടെ സാം കോൺസ്റ്റാസ് എന്ന് പറയുന്ന ഒരു അണ്ടർ 19 താരമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു അണ്ടർ 19 ലോകകപ്പിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട്. ഒരു ഫ്യൂച്ചർ താരമാണ്. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ പെർത്തിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ അവരുടെ ഓപ്പണറെ നമ്മൾ കണ്ടാണ് നഥാൻ മക്സ്വീനി. ആക്ച്വലി സ്പീക്കിംഗ് അദ്ദേഹം ഒരു ഓപ്പണിംഗ് ബാറ്റർ അല്ല. ആ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ആദ്യം ഇവർ പരിഗണിച്ചിരുന്ന പേര് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റാസിന്റെ പേരായിരുന്നു. പക്ഷേ കോൺസ്റ്റാസ് ഒരു 19 വയസ്സുള്ള ഒരു താരമായതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലെ ഒരു ക്വാളിറ്റി ബൗളിങ്ങിനെതിരെ പരീക്ഷിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത്. പക്ഷേ ഈ പറയുന്ന സാം കോൺസ്റ്റാസ് ഒരു എക്സലന്റ് പ്ലെയർ ആണ് എന്ന് കാണിച്ചു തരുന്ന ഒരു പ്രകടനമായിരുന്നു പിങ്ക് ബോളിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹം ഇന്ത്യക്കെതിരെ ഒരു സെഞ്ചുറി നേടിയിരിക്കുകയാണ്. ഈ മത്സരം തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ വന്നതുകൊണ്ട് തന്നെ 46 ഓവറായിട്ട് ചുരുക്കിയിരുന്നു. ആ 46 ഓവറിൽ 240 റൺസാണ് ഈ പ്രൈം മിനിസ്റ്റേഴ്സ് 11 നേടിയത് എന്നുള്ളതാണ്. അതിൽ തന്നെ സെഞ്ചുറി നേടാനായിട്ട് ഈ സാം കോൺസ്റ്റാസിന് കഴിഞ്ഞു. നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ. നല്ലൊരു സപ്പോർട്ട് ജേക്കബ്സ് എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർ ഉണ്ട്, ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അവർ 240 റൺസ് നേടി. 46 ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിന് മുമ്പ് അവർ ഓൾ ഔട്ടായി. ഒരു സ്റ്റേജിൽ ഒരു 131 ഫോർ
2 എന്ന് പറയുന്ന പൊസിഷനിലായിരുന്നു. പക്ഷെ അവിടെ ഒരു നല്ല ബൗളിംഗ് പ്രകടനം ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ഹർഷിത് റാണയുടെ ഭാഗത്ത് നിന്ന് വന്നു. അടുപ്പിച്ച് 4 വിക്കറ്റുകൾ അദ്ദേഹം നേടി. അങ്ങനെ ഓസ്ട്രേലിയ 131-ന് 2 എന്ന പൊസിഷനിൽ നിന്ന് 138-ന് 7 എന്ന പൊസിഷനിലേക്ക് കൂപ്പുകുത്തി. അവിടെ നിന്നിട്ട് പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഈ സാം കോൺസ്റ്റാസും ജേക്കബ്സും കൂടെ വന്നതുകൊണ്ടാണ് പിന്നീട് സ്കോർ 240-ലെത്തി. തിരിച്ച് ബാറ്റ് ചെയ്ത ഇന്ത്യയും നല്ല രീതിയിലാണ് തുടങ്ങിയത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തത് യശസ്വി ജയ്സ്വാളും അതുപോലെ KL രാഹുലുമായിരുന്നു. രോഹിത് ശർമ്മ ടീമിലുണ്ടായിരുന്ന അദ്ദേഹം ഓപ്പൺ ചെയ്തില്ല. ഇവർ രണ്ടുപേരാണ് ഓപ്പണിംഗിൽ വന്നത്. KL രാഹുൽ നോർമലി കളിക്കുന്ന പോലെ വിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജിൽ എപ്പോഴും ഈ പിങ്ക് ബോൾ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യും, റെഡ് ബോളിനേക്കാൾ നന്നായിട്ട് സ്വിങ് ചെയ്യും. അപ്പോൾ അദ്ദേഹം വിട്ട് കളിക്കുന്നുണ്ട്. ജയ്സ്വാൾ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ലെവലിൽ നിന്നുകൊണ്ട് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. നല്ലൊരു തുടക്കം അവർ നൽകി. അവസാനം ഒരു അനാവശ്യ ഷോട്ട് കളിച്ചിട്ടാണ് ജയ്സ്വാൾ ഔട്ടായത്. അടിച്ചു പൊക്കിയാണ് ഔട്ടായത്. ചാർലി ആൻഡേഴ്സൺ എന്ന് പറയുന്ന ബോളറെ അടിക്കാൻ ശ്രമിച്ചിട്ടാണ് അദ്ദേഹം പുറത്തായത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 27 റൺസ് ആയപ്പോൾ KL രാഹുൽ റിട്ടയർ ചെയ്യുകയും ചെയ്തു. കാരണം ഇതൊരു വാമപ്പ് മാച്ച് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബാറ്റിംഗ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുശേഷം പല 1 ഡൗൺ പൊസിഷനിൽ ശുഭ്മാൻ ഗിൽ വന്നു. അപ്പോൾ അടുത്ത ടെസ്റ്റിൽ ശുഭ്മാൻ ഗിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായി. അദ്ദേഹം വന്ന് ഒരു 50 റൺസ് നേടി. അദ്ദേഹവും റിട്ടയർ ചെയ്ത് പോയി. നിതീഷ് റെഡ്ഡി ബാറ്റ് ചെയ്യാൻ വന്നു. നിതീഷ് റെഡ്ഡിയുടെ ഒരു നല്ല പ്രകടനം. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ വന്നു. അദ്ദേഹം ഒരു 42 റൺസ് നേടി. നിതീഷ് റെഡ്ഡിയും അതുപോലെ തന്നെ ഒരു 42 റൺസ് നേടി. ഇടയിൽ ഒരു 2 വിക്കറ്റ് പോയപ്പോഴാണ് രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യാൻ വന്നത്. പക്ഷേ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം സ്ലിപ്പിൽ ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു. അപ്പോൾ ഔട്ട് സൈഡേഴ്സിന് പോയ ബോളിനെ തോണ്ടിയാണ് ഔട്ടായതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു പ്രാക്ടീസ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റർമാർ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് നമ്മൾ കണ്ട്. 46 ഓവർ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു 43.5 ഓവർ ആയപ്പോഴേക്കും ഇന്ത്യ 240 എന്ന് പറയുന്ന ലക്ഷ്യം മറികടക്കുകയും ചെയ്തു. പിന്നീട് ഒരു 3 ഓവർ ഉണ്ടായിരുന്ന അവർ വെറുതെ ബാറ്റ് ചെയ്യുകയായിരുന്നു ഇന്ത്യൻ ടീം എന്ന് പറയുന്നത്. അപ്പോൾ എക്സലന്റ് ആയിട്ടുള്ള ഒരു തുടക്കമാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഈ പിങ്ക് ബോളിൽ ലഭിച്ചിരിക്കുന്നത്. അവരുടെ ഫാസ്റ്റ് ബോളേഴ്സ് എല്ലാവരും നല്ല ഫാസ്റ്റ് ബോളേഴ്സ് ആയിരുന്നു, നല്ല ഭംഗിയായിട്ട് എറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിങ്ക് ബോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വൈകുന്നേരത്തേക്ക് സമയമാകുമ്പോഴേക്കും, അതായത് ഈ ലൈറ്റ് ഒക്കെ ഗ്രൗണ്ടിൽ ഓൺ ആവുന്ന സമയത്താണ് അത് ഏറ്റവും കൂടുതൽ സ്വിങ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ചേസ് ചെയ്തത്. പക്ഷെ ആ സമയത്ത് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു മത്സരത്തിൽ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കാൻബറയിൽ നിന്ന് ഇന്ത്യ പോകുന്ന നേരെ അഡ്ലേറ്റിലാണ്. അവിടെയാണ് രണ്ടാമത്തെ ടെസ്റ്റ് 6-ാം തീയതി ആരംഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിനു മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ പിങ്ക് ബോളിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിങ്ക് ബോളിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ അതിന് ചിലപ്പോഴൊക്കെ ക്രിക്കറ്റിൽ ഒരിക്കലും നമ്മൾ കേൾക്കാത്ത ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ പിങ്ക് ബോളിൽ. അതെന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പിങ്ക് ബോളിൽ ഇന്ത്യ എത്ര മാച്ചുകൾ കളിച്ചിട്ടുണ്ട്, പിങ്ക് ബോളിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ 36 റൺസിന് ഓൾ ഔട്ട് ആയതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എവിടെയാണ് ഈ ബോൾ ചെയ്യേണ്ടത്, അതായത് ബോളർമാരുടെ പ്ലാനുകൾ എന്തൊക്കെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. ഏതായാലും ഈ മത്സരത്തെ പറ്റിയുള്ള ഒരു വിശേഷങ്ങളായിരുന്നു. ഈ മത്സരത്തിൽ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ടെസ്റ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.